ഡോക്ടർ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മൈഗ്രെയിൻ തലവേദന വരുന്നത്? ഈ മൈഗ്രെയിനും വയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും മൈഗ്രെയിനും വയറും തമ്മിൽ ബന്ധമുണ്ട്. ഇന്ന് കാണപ്പെടുന്നതിൽ ഒരു 60 മുതൽ 70% മൈഗ്രെയിനും വയറുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ബാക്കി 30% മറ്റു പല കാരണങ്ങൾ കൊണ്ട് വരുന്നത്. നമ്മുടെ വയറിന്റെ ഉള്ളിൽ ചീത്ത ബാക്ടീരിയ അളവ് കൂടുകയും നല്ല ബാക്ടീരിയ അളവ് കുറയുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. എച്ച് പൈലോറി പോലെയുള്ള ചീത്ത ബാക്ടീരിയ വയറിൽ കൂടുമ്പോൾ അത് റിലീസ് ചെയ്യുന്ന ചില കെമിക്കൽസ് അഥവാ പ്രോ ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസ് നമ്മുടെ തലയിലെ ഞരമ്പിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കഠിനമായിട്ടുള്ള മൈഗ്രെയിൻ തലവേദനകൾ വരുന്നത്. ഈ വയറിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ മൈഗ്രെയിൻ വരുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉച്ചത്തെ ഫുഡ് ഒന്ന് കഴിക്കാൻ ലേറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ സമയത്ത് കഠിനമായിട്ടുള്ള തലവേദന വരിക, അല്ലെങ്കിൽ 4 മണിക്ക് കുടിക്കുന്ന ഒരു കോഫി കട്ട് ചെയ്ത് കഴിയുമ്പോൾ തലവേദന വരിക, അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിയുമ്പം കഠിനമായ തലവേദന വരിക. അതുപോലെ തന്നെ മൈഗ്രെയിന്റെ കൂടെ തന്നെ ഈ നെഞ്ചരിച്ചില്, പുളിച്ചു കേട്ടല്, ഫുഡ് ദഹിക്കാനുള്ള ബുദ്ധിമുട്ട്, വയറ് കമ്പിച്ചിരിക്കുക, അങ്ങനെ ദഹന സംബന്ധമായിട്ടുള്ള സിംറ്റംസും കാണിക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ആ വ്യക്തിക്ക് കഠിനമായ തലവേദന ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം വയറാണ് ഈ പ്രശ്നത്തിന്റെ സ്റ്റാർട്ടിംഗ് ഏരിയ എന്നുള്ളത്. അതുകൊണ്ട് വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചിട്ടും ഈ മൈഗ്രെയിന്റെ പ്രശ്നം മാറുന്നില്ല, കഠിനമായ തലവേദനയുണ്ട്, അതുപോലെ തന്നെ ഈ വയറിന്റെ ഇപ്പൊ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ എച്ച് പൈലോറി പോലെയുള്ള ബാക്ടീരിയകളാണോ അതിന്റെ റൂട്ട് കോസ് അല്ലെങ്കിൽ കാരണക്കാരെന്ന് കണ്ടെത്തി വയറിൽ നിന്ന് ചികിത്സ തുടങ്ങിയാൽ മാത്രമേ ഈ മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ.